ജൂൺ മാസം തിയേറ്ററുകളിലും OTT-യിലും റിലീസാകുന്ന സിനിമകളും സീരീസുകളും ഏതെല്ലാമെന്നാണ് ഈ വീഡിയോയിൽ. ജൂൺ 4-ന് സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ സീരീസ് ദ അക്വലൈറ്റ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ജൂൺ 5-ന് അണ്ടർ പാരീസ് എന്ന ഒരു ഫ്രഞ്ച് ഷാർക്ക് അറ്റാക്ക് ഹൊറർ ത്രില്ലർ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുന്നുണ്ട്. വിൽ സ്മിത്തും മാർട്ടിൻ ലോറൻസും കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന ബാഡ് ബോയ്സ് ഫ്രാഞ്ചൈസിലെ പുതിയ ചിത്രം ബാഡ് ബോയ്സ് റൈഡ് ഓർ ഡൈ ജൂൺ 6-ന് തിയേറ്ററുകളിൽ റിലീസാകും. ഷൈൻ നിഗം, മഹിമ നമ്പ്യാർ ടീം വീണ്ടും ഒന്നിക്കുന്ന ലിറ്റിൽ ഹാർട്ട്സ് എന്ന മലയാള ചിത്രം ജൂൺ 7-ന് തിയേറ്ററുകളിൽ റിലീസാകും. നവാഗതനായ സംജത് സംവിധാനം ചെയ്ത് രഞ്ജിത്ത് സജീവും ദിലീഷ് പോത്തനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഗോളം എന്ന മലയാളം ക്രൈം ത്രില്ലർ ചിത്രവും ജൂൺ 7-ന് തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. ഗ്ലെൻ പൗലിന്റെ ആക്ഷൻ കോമഡി ചിത്രം ഹിറ്റ്മാൻ ജൂൺ 7-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുന്നുണ്ട്. കാജൽ അഗർവാളിന്റെ തെലുങ്ക് ക്രൈം ത്രില്ലർ ചിത്രം സത്യഭാമ ജൂൺ 7-ന് തിയേറ്ററുകളിൽ റിലീസാകും. വിക്രാന്ത് മാസി നായകനായി അഭിനയിച്ച ഹിന്ദി കോമഡി ത്രില്ലർ ബ്ലാക്ക് ഔട്ട് ജിയോ സിനിമയിൽ ജൂൺ 7-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. ജൂൺ 12-ാം തീയതി ജേക്ക് ജീലൻഹാൾ നായകനായി പ്രസ്യൂംഡ് ഇന്നസെന്റ് എന്ന ഒരു ലീഗൽ ത്രില്ലർ മിനി സീരീസ് ആപ്പിൾ TV പ്ലസിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ധനുഷ് സംവിധാനം ചെയ്ത് ധനുഷ് തന്നെ നായകനായി ഒപ്പം SJ സൂര്യയും ഒന്നിക്കുന്ന രായൻ എന്ന തമിഴ് ആക്ഷൻ ത്രില്ലർ ജൂൺ 13-ന് തിയേറ്ററുകളിൽ റിലീസാകും. കാളിദാസ് ജയറാം, സന്ദീപ് കൃഷ്ണൻ, അപർണ ബാലമുരളി, വരലക്ഷ്മി ശരത് കുമാർ, പ്രകാശ് രാജ്, നിത്യ മേനൻ അങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെയാണ് ഈ സിനിമയിലുള്ളത്. JK സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ അഭിനയിച്ച മലയാള ചിത്രം ഗർ ജൂൺ 14-ന് തിയേറ്ററുകളിൽ റിലീസാകും. സൗബിൻ ഷാഹിർ, ധ്യാൻ ശ്രീനിവാസൻ, ദിലീഷ് പോത്തൻ, നമിത പ്രമോദ് തുടങ്ങിയവർ അഭിനയിക്കുന്ന മച്ചാന്റെ മാലാഖ എന്ന മലയാള ചിത്രം ജൂൺ 14-ന് തിയേറ്ററുകളിൽ റിലീസാകും. ജിത്തു ജോസഫ് നിർമ്മിച്ച് ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ അഭിനയിച്ച് അർഫാസ് ആയൂബ് സംവിധാനം ചെയ്ത ലെവൽ ക്രോസ് എന്ന മലയാളം ത്രില്ലർ സിനിമ ജൂൺ 14-ന് തിയേറ്ററുകളിൽ റിലീസാകും. ബാബു ആന്റണി, റായി ലക്ഷ്മി തുടങ്ങിയവർ അഭിനയിച്ച DNA എന്ന മലയാളം ക്രൈം ത്രില്ലർ ചിത്രവും ജൂൺ 14-ന് തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. ഇതോടൊപ്പം പൂർണിമ ഇന്ദ്രജിത്ത്, ഹക്കീം ഷാ, പ്രിയംവദ കൃഷ്ണ തുടങ്ങിയവർ അഭിനയിച്ച ഒരു കട്ടിൽ ഒരു മുറി എന്ന മലയാളം സിനിമയും ജൂൺ 14-ന് തിയേറ്ററുകളിൽ റിലീസാകും. കാർത്തിക് ആര്യൻ നായകനാകുന്ന ഹിന്ദി സ്പോർട്സ് ഡ്രാമ ബയോപിക്കായ ചന്തു ചാമ്പ്യൻ ജൂൺ 14-ന് തിയേറ്ററുകളിൽ റിലീസാകും. ഡബിൾ സ്മാർട്ട് എന്ന തെലുങ്ക് സൈഫൈ ആക്ഷൻ ചിത്രവും ജൂൺ 14-ന് തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. മനോജ് നൈറ്റ് ശ്യാമളിന്റെ മകൾ ഇഷാന നൈറ്റ് ശ്യാമളൻ സംവിധാനം ചെയ്ത ദ വാച്ചേഴ്സ് എന്ന ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ ജൂൺ 14-ന് തിയേറ്ററുകളിൽ റിലീസാകും. 2015-ൽ ഇറങ്ങിയ ആനിമേഷൻ ചിത്രമായ ഇൻസൈഡ് ഔട്ടിന്റെ സീക്വൽ ഇൻസൈഡ് ഔട്ട് 2 ജൂൺ 14-ന് തിയേറ്ററുകളിൽ റിലീസാകും. ഹിന്ദി ടീൻ ഡ്രാമ സീരീസ് കോട്ട ഫാക്ടറിയുടെ സീസൺ 3 നെറ്റ്ഫ്ലിക്സിൽ ജൂൺ 20-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. നെറ്റ്ഫ്ലിക്സിലെ കറി ആൻഡ് സൈനൈഡ് എന്ന ഫേമസ് ഡോക്യുമെന്ററി സീരീസ് സംവിധാനം ചെയ്ത ക്രിസ്റ്റോ ടോമിയുടെ പുതിയ മലയാള സിനിമ ഉള്ളൊഴുക്ക് ജൂൺ 21-ന് തിയേറ്ററുകളിൽ റിലീസാകും. 2018-ൽ മികച്ച തിരക്കഥയ്ക്കുള്ള ഒരു കോൺടെസ്റ്റ് നടത്തിയപ്പോൾ അതിൽ 1-ാം സ്ഥാനം നേടിയ സ്ക്രീൻ പ്ലേ ആണ് ഉള്ളൊഴുക്കിന്റേത്. ഇതിൽ 2-ാം സ്ഥാനം നേടിയ സ്ക്രീൻ പ്ലേ ഏതിൻ്റെതാണെന്ന് അറിയാമോ? ഈയിടെ ട്രെൻഡിംഗ് ആയി മാറിയ നമ്മുടെ ലാപ്പത്ത ലേഡീസ് എന്ന ഹിന്ദി ചിത്രത്തിൻ്റെത്. അപ്പോൾ 1-ാം സ്ഥാനം നേടിയ തിരക്കഥയുടെ ലെവൽ എന്താകുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും കണ്ടറിയാം. പാർവതി തിരുവോത്തും ഉർവശിയുമാണ് സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ വരുന്നത്. സുഷിൻ ശ്യാമിൻ്റെതാണ് സിനിമയുടെ സംഗീതം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു റീസൺസ് കൂടുകയാണ്. അപ്പോൾ ഏതായാലും ജൂൺ 21-ന് തിയേറ്ററുകളിൽ കണ്ടറിയാം. ദി എക്സോസിസം എന്ന ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലറും ജൂൺ 21-ന് തിയേറ്ററുകളിൽ റിലീസാകും. ദ ബൈക്ക് റൈഡേഴ്സ് എന്ന ഇംഗ്ലീഷ് ക്രൈം ഡ്രാമയും ജൂൺ 21-ന് തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. ഇഷ്ക് വിഷ്ക് റീബൗണ്ട് എന്ന ഹിന്ദി ചിത്രവും ജൂൺ 21-ന് തിയേറ്ററുകളിൽ റിലീസാകും. ജൂൺ 21-ന് തന്നെ നെറ്റ്ഫ്ലിക്സിൽ ദ വിക്ടിംസ് ഗെയിം എന്ന തായ്വാനീസ് ത്രില്ലർ സീരീസിന്റെ സീസൺ 2 സ്ട്രീമിംഗ് ആരംഭിക്കും. ജൂൺ 27-നാണ് ഈ മാസത്തെ ഏറ്റവും വലിയ റിലീസായ കൽക്കി 2898 AD റിലീസാവുന്നത്. ഇനി ഇതിന്റെ റിലീസ് തീയതി മാറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, കമൽ ഹാസൻ തുടങ്ങിയ ഒരു വമ്പൻ താരനിര അണിനിരക്കുന്ന ഒരു സൈഫൈ ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലറാണ് ഈ സിനിമ. തെലുങ്ക്, ഹിന്ദി, തമിഴ്, മലയാളം, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായിട്ടാണ് ഈ ചിത്രം എത്തുന്നത്. എ ക്വയറ്റ് പ്ലേസിന്റെ സ്പിൻ ഓഫ് പ്രീക്വലായ എ ക്വയറ്റ് പ്ലേസ് ഡേ 1 ജൂൺ 28-ന് തിയേറ്ററുകളിൽ റിലീസാകും. ദ വേൾഡ് വിൻഡ് എന്ന കൊറിയൻ പൊളിറ്റിക്കൽ ത്രില്ലർ സീരീസ് ജൂൺ 28-ന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. സാക് എഫ്രോൺ, നിക്കോൾ കിഡ്മാൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച എ ഫാമിലി അഫെയർ എന്ന ഇംഗ്ലീഷ് കോമഡി ഡ്രാമ ജൂൺ 28-ന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. മലയാളം കോമഡി ചിത്രമായ പട്ടാപ്പകൽ ജൂൺ 28-ന് തിയേറ്ററുകളിൽ റിലീസാകും. അപ്പോൾ ഇത്രയുമാണ് ജൂൺ മാസത്തിൽ തിയേറ്ററുകളിലും OTT-യിലും ഒക്കെ റിലീസാകുന്ന സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമയ്ക്കാണ് അല്ലെങ്കിൽ ഏത് സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ വീണ്ടും കാണാം.